വോക്ക് വർത്തി ഓഫ് ദ കോളിംഗ്, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. എഫേസ്യർ 4:1 ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് ഇതുവരെ പ്രധാനമായി 4 കാര്യങ്ങളും അതിന്റെ അനുബന്ധമായുള്ള ഉപകാര്യങ്ങളുമാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 5-ാമത്തെ വിഷയമാണ് ദൈവം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചു. ഫോർ വാട്ട് ഗാഡ് കോൾഡ്. ദൈവം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചു. നമുക്ക് ഈ വിഷയത്തിൽ പ്രധാനമായും 6 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്തിനു വേണ്ടി നമ്മെ വിളിച്ചു എന്നുള്ളതിന്റെ അടിയിൽ 6 കാര്യങ്ങൾ, ദൈവ വിളിയുടെ ഉദ്ദേശ്യം, ദൈവത്തിന്റെ വിളി എന്തിനു വേണ്ടി എന്നുള്ളതിന്റെ 6 കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയാസ്പദമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അതിൽ 1-2 എണ്ണം നമുക്ക് ഈ പകലിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി നമുക്ക് വായിക്കാം എന്തിനു വേണ്ടി ദൈവം വിളിച്ചു. 1 റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. റോമർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവം എന്തിനു വേണ്ടി വിളിച്ചു? ദൈവം വിളിച്ചവരെ നീതീകരിക്കാനും, അല്ലെങ്കിൽ നീതീകരിച്ചിരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നീതീകരിക്കാനും തേജസ്കരിക്കാനും വേണ്ടിയാണ്. ടു ജസ്റ്റിഫൈ ആൻഡ് ടു ഗ്ലോറിഫൈ. ടു ജസ്റ്റിഫൈ ആൻഡ് ടു ഗ്ലോറിഫൈ. ദൈവം നമ്മെ വിളിച്ചതിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം 1 നീതീകരിക്കാനും തേജസ്കരിക്കാനും. എന്തുകൊണ്ട് നീതീകരിക്കണം? എന്തുകൊണ്ട് നീതീകരണത്തിന് ശേഷം തേജസ്കരിക്കണം? അല്ലെങ്കിൽ തേജസ്കരണം നീതീകരണത്തിന് മുൻപ് നടക്കുമോ? തിരുവെഴുത്തുകളുടെ ആസ്പദമാക്കി നമുക്ക് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് പകൽക്കാലം ദൈവവചനം പഠിക്കാനായിട്ട് ആ മനസ്സോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു ശ്രേഷ്ഠമായ ടോപ്പിക്കാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ തന്നെ അതിശക്തമായ ഒരു വിഷയമാണ് നീതീകരണം എന്നുള്ള വിഷയം. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ഈ എന്തുകൊണ്ട് നീതീകരിക്കപ്പെടണം? 1, നീതീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത, ഒരു നീതിമാന് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ നീതീകരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. കുറ്റബോധത്തോടെ ഒരു കുറ്റവാളിയായിട്ട്, കുറ്റം വഹിക്കുന്നവനായി, അല്ലെങ്കിൽ പാപിയായി ദൈവത്തിന് മുമ്പാകെ ചെല്ലാൻ കഴിയത്തില്ല. കാരണം ദൈവം പരിശുദ്ധനും പൂർണ്ണ നീതിമാനുമാണ്, പരിപൂർണ നീതിമാനുമാണ്. ആ ദൈവം തന്റെ മുമ്പാകെ വരുന്നവരിലും, തന്റെ അടുക്കിലേക്ക് വരുന്നവരിലും പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയും നീതിയുമാണ്. അതില്ലാത്തവർക്ക് ദൈവത്തോട് അടുക്കുവാനായി കഴിയുകയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും, ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവും അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദൈവം പാപികളുടെ ഒരു പ്രാർത്ഥനയും കേൾക്കുകയില്ലയോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. ഹല്ലേലൂയ. ദൈവം കാരുണ്യവാരിധിയും പരിപൂർണ ക്ഷമയുള്ളവനും ദയാലുവുമായതുകൊണ്ട് തന്റെ സൃഷ്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. എന്ന് പറഞ്ഞാൽ അവൻ കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നു. ആഹാരം അടിസ്ഥാന ആവശ്യമാണ്. ദൈവം താൻ സൃഷ്ടി ചെയ്ത സകലത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ, അത് പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചാലും സാരമില്ല, ആ കരച്ചിൽ ദൈവം കേൾക്കും. അത് മനുഷ്യനായാലും മൃഗമായാലും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ല. സ്രഷ്ടാവായ ദൈവത്തിന് തന്റെ സൃഷ്ടിയുടെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല, കരച്ചിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. എന്നാൽ അതിനും ഉയർന്ന ചില ആത്മീയ പദവികളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. നിത്യജീവൻ, ദൈവത്തോടുള്ള ആശയവിനിമയം, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, ആത്മീയ വളർച്ച എന്നിത്യാദി ഉയർന്ന ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് മുൻപാകെ നീതീകരിക്കപ്പെട്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഞാൻ നീതീകരണം എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കാം. എന്നാൽ അതിനു മുൻപ് ആ ടേം നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയട്ടെ. നീതീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയും ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളെ കൈക്കൊള്ളാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ്
ആദ്യമായി ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു വ്യക്തി, നമ്മൾ യേശുവിന്റെ ഒരു ഉദാഹരണത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യത്തിൽ പരീശന്മാരെയൊക്കെ കർത്താവ് അവരുടെ കപടഭക്തിയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടും അതിനെ വിമർശിച്ചുകൊണ്ടും സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും രണ്ടുപേരും ദൈവാലയത്തിലേക്ക് വന്നു. പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ അങ്ങയെ സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടില്ല, അവൻ വന്നതുപോലെ തിരിച്ചുപോയി എന്നും. എന്നാൽ പാപിയായിരുന്ന ചുങ്കക്കാരൻ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് പോലും നോക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്ത് നമ്മൾ കാണുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. എന്താ അതിന്റെ അർത്ഥം? അവൻ പാപിയായി വന്നു, തിരികെ പോകുമ്പോൾ പാപിയായിട്ടല്ല തിരികെ പോകുന്നത്, നീതീകരിക്കപ്പെട്ടവനായി പോയി. ദൈവത്തിന്റെ മുമ്പാകെ ഈ പരീശനും ചുങ്കക്കാരനും ഒരുപോലെയാണ്, രണ്ടുപേരും ഒരുപോലെ പാപികളാണ്. പക്ഷേ ഒരുത്തൻ വന്നിട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അനുതാപത്തോടെ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഞാൻ യോഗ്യനല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പാപിയുടെ പ്രാർത്ഥന ദൈവം അവിടെ കേട്ടല്ലോ. ആമേൻ. മറുവശത്ത് പരീശൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവനും പാപിയാണ്, പക്ഷെ അവന്റെ പ്രാർത്ഥന കേട്ടില്ല. എന്താ കാരണം? അവൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഇവനെ പോലൊന്നും അല്ല, എന്റെ പ്രവൃത്തി എല്ലാം ശുദ്ധമാണ്, എന്റെ കൈകൾ വെടിപ്പാണ്, ഞാൻ 2 വട്ടം ഉപവസിക്കുന്ന ആഴ്ചയിൽ ഞാൻ എല്ലാറ്റിലും ദശാംശം കൊടുക്കും. തന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ താൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് താൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. പക്ഷെ അതൊന്നും ദൈവത്തിന്റെ തുലാസിൽ ആവശ്യമായ അളവിലെത്തുന്നതല്ലായിരുന്നു. അങ്ങനെ പ്രവൃത്തികൾ കൊണ്ട് ആർക്കും ദൈവത്തിന്റെ നീതിയുടെ തുലാസിന് തുല്യമാകാൻ കഴിയാത്തത് കൊണ്ട് അവൻ പാപിയായിട്ട് തന്നെ തിരിച്ചുപോയി. പക്ഷേ ഈ ചുങ്കക്കാരനാകട്ടെ ദൈവമുമ്പാകെ അനുതാപത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു തുടക്കം അവിടെ ഉണ്ടായി എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ സാരാംശം. ഒരു ആത്മീയ നവീകരണം, നവോത്ഥാനം, രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടു, ജസ്റ്റിഫൈഡ് ആയിട്ട് തിരികെ പോയി. ഹല്ലേലൂയ. അപ്പൊ നീതീകരണത്തിന്റെ പ്രാധാന്യം, ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ ആത്മീയമായ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെട്ടേ അവൻ കഴിയത്തുള്ളൂ. ആമേൻ. ഇനി എന്തുകൊണ്ടാണ് നീതീകരണം ആവശ്യമായിരിക്കുന്നത്? പാപിയായത് കൊണ്ടാണ് നീതീകരണം ആവശ്യമായിരിക്കുന്നത്. ദാവീദ് പറയുകയാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ ജന്മനാ തന്നെ അവനിൽ പാപ സ്വഭാവമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പാപ സ്വഭാവമുണ്ട് എന്നാണ് അർത്ഥം. ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ അവന്റെ DNA-യിൽ, അവന്റെ രക്തത്തിൽ, അവന്റെ സ്വഭാവത്തിൽ പാപമുണ്ട്. സ്വാഭാവികമായി അവൻ പാപിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ പാപ സ്വഭാവത്തോടെയാണ് ജനിക്കുന്നത്. ഒരു വൃക്ഷത്തിന്റെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ തനി സ്വഭാവത്തോടുകൂടെ മുളയ്ക്കുന്നു എന്നതുപോലെ പാപ സ്വഭാവത്തോടുകൂടെ, പാപിയായ മനുഷ്യനിൽ നിന്ന് പാപ സ്വഭാവത്തോടുകൂടെയാണ് അവൻ ഏതൊരു മനുഷ്യനും ജന്മം കൊള്ളുന്നത്. എന്നാൽ ഈ പാപ സ്വഭാവത്തോടെ ജനിക്കുന്ന മനുഷ്യന് ഈ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുമ്പോഴാണ് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് വളരാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ യാഗങ്ങളിലൊന്നും ഇത് പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയാത്ത വിധം അവ അപൂർണമായിരുന്നു. പഴയ നിയമ യാഗങ്ങൾ അപൂർണമായിരുന്നു, ഭാഗികമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് വാസ് പാർഷ്യൽ. അപൂർണവും ഭാഗികവുമായിരുന്നു. എന്താ കാരണം? മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യാഗമർപ്പിച്ചിരുന്നത് മൃഗങ്ങളെയാണ്. മൃഗങ്ങൾ മനുഷ്യന് തുല്യമാകത്തില്ല. മനസാക്ഷിയുള്ള, ആത്മാവുള്ള മനുഷ്യന് തുല്യമാവുകയില്ല മൃഗം. പിന്നെ എന്തിനാണ് മൃഗങ്ങളെ യാഗമർപ്പിക്കാൻ ദൈവം തന്നെ കൽപ്പിച്ചത്? അത് 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്കൊരു ബോധ്യമുണ്ടായിരിക്കണം, മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിഹാരത്തിന് യാഗം ആവശ്യമാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കണം. 2, ഈ പഴയ നിയമ യാഗങ്ങളൊക്കെ വരുവാനിരിക്കുന്ന ഒരു പരമയാഗത്തിന്റെ, ഒരു ട്രൂ സാക്രിഫൈസിന്റെ, ഒരു സത്യയാഗത്തിന്റെ നിഴൽ മാത്രമായിരുന്നു, ഒരു ഷാഡോ മാത്രമായിരുന്നു, ഒരു
ടൈപ്പ് മാത്രമായിരുന്നു, ഒരു ടൈപ്പ് മാത്രമായിരുന്നു, ഷാഡോ മാത്രമായിരുന്നു. വരുവാനിരിക്കുന്ന പരമയാഗത്തിന്റെ, ട്രൂ യാഗത്തിന്റെ ടൈപ്പ് മാത്രമായിരുന്നു പഴയ നിയമ യാഗം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ചതനുസരിച്ച് യാഗം അർപ്പിക്കുമ്പോൾ അവർ പറയാതെ പറയുകയാണ്, ആ വരാനിരിക്കുന്ന പരമയാഗത്തെ മുൻ കണ്ടുകൊണ്ട്, ആ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ യാഗം അർപ്പിക്കുകയാണ്. ആ യാഗം ഇതുവരെ സംഭവിച്ചില്ല, പക്ഷെ ആ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിന്റെ അടയാളമായിട്ട് ഞാൻ ഈ യാഗം അർപ്പിക്കുകയാണ്. ഇതാണ് പഴയ നിയമയാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് താൽക്കാലികമായ ശാന്തി അവരുടെ മനസാക്ഷിയിൽ വരുന്നു. താൽക്കാലികമായ ശാന്തി ഏതുവരെ? ഇനി വരാനിരിക്കുന്ന പരമയാഗം നടപ്പിലായെങ്കിൽ മാത്രമേ ഈ യാഗം നിമിത്തം, അല്ലെങ്കിൽ ഈ വിശ്വാസത്താൽ ആ യാഗത്തെ നോക്കിക്കൊണ്ട് ഇവർ കഴിച്ച ഈ യാഗം നിമിത്തം എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ. തൽക്കാലം മനസ്സിന്റെ ശാന്തി, ഞാൻ ആ യാഗത്തിൽ വിശ്വസിക്കുന്നു, അത് ഞാൻ ഈ യാഗത്തിലൂടെ പ്രഖ്യാപിച്ചു. അതാണ് പഴയ നിയമ യാഗങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ക്രൂശിലെ മരണത്തിന് ശേഷം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ആഴത്തിലേക്ക് ചെന്നു, ഉയരങ്ങളിലേക്ക് കയറി എന്നതുകൊണ്ട് അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ എന്നാണ് ചോദ്യം. അപ്പോ അവൻ ആഴങ്ങളിലേക്ക് ചെന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അവൻ മരിച്ചവരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ അവൻ പാതാളത്തിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരുടെ അടുക്കൽ സുവിശേഷം അറിയിച്ചു, പ്രഖ്യാപിച്ചു. എന്താണ് യേശു അവിടെ ചെന്ന് പ്രസംഗിച്ച സുവിശേഷം? ആത്മാവിൽ അവൻ ചെന്നു നോഹയുടെ കാലത്ത് അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് യേശു അവിടെ നടത്തിയ പ്രസംഗം? പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം അബ്രഹാം പിതാവിന്റെ മടിത്തട്ടെന്നറിയപ്പെട്ടിരുന്ന ആ പാതാള പർദീസയിലായിരിക്കുമ്പോൾ അവിടെ ചെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്താൽ കഴിച്ച യാഗം മോശെ തുടങ്ങിയ ഭക്തന്മാരിലൂടെ, മോശെ തുടങ്ങിയ മധ്യസ്ഥന്മാരിലൂടെ, പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവം അരുളി ചെയ്തിരുന്ന ആ വരാനിരിക്കുന്ന യാഗം അത് നടപ്പിലാക്കിയിട്ടാണ്, ഞാൻ യാഗമായിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാഗമായി തീർന്നിട്ടാണ് ഇവിടേക്ക് വന്ന് ഈ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെയല്ല കഴിയേണ്ടത്, ഇനി നിങ്ങൾക്ക് സ്വർഗീയ പർദീസയിലേക്കാണ് പ്രവേശനം എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ ചെന്ന് ഈ വിളംബരം നടത്തുകയാണ്, ഈ പ്രഖ്യാപനം നടത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോ പഴയ നിയമ യാഗങ്ങളെല്ലാം ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തോടെ മാത്രമാണ് സമ്പൂർണമായത്, അതിന് പൂർത്തി വന്നത്. എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ വിശ്വാസത്തിന്റെ വീരന്മാരായ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മൾ കാണുന്നുണ്ടല്ലോ. കുറെ പേരുടെ, ഹാബേൽ തുടങ്ങി ഇങ്ങോട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞു വരികയാണ്. ഇവരുടെയൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഇവരൊന്നും നമ്മെ കൂടാതെ സൽഗുണപൂർത്തി പ്രാപിക്കാതെ ഇരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ആ ബെസ്റ്റാണ്, ഏറ്റവും നല്ലതാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ യാഗത്തിലൂടെ കാൽവരി ക്രൂശിൽ നിർവഹിച്ചത്. ഈ 11-ാം അധ്യായം, എബ്രായർ 11-ന്റെ അവസാനം ഏറ്റവും നല്ലത് മുന്നൊരുക്കിയിരുന്നു. നമ്മെ കൂടാതെ അവർ സൽഗുണപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിലേക്ക് കടന്നിട്ട് പറയുന്നത്, അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നാം വിശ്വാസത്തിന്റെ നായകനും, ദ ബെസ്റ്റ്, ദ ഓഥർ ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നായകനും ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് പറയുന്നത് ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞു വന്ന് ഒടുവിൽ 11-ാം അധ്യായത്തിൽ ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്ന് ഉപസംഹരിക്കാൻ തുടങ്ങിയ വിഷയത്തിന്റെ തുടർച്ചയായാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. നമ്മെ കൂടാതെ സൽഗുണപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞിട്ട്, ആ ഏറ്റവും നല്ലത് ആരാണ്, എന്താണ്? അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവാണ്. അവനിലേക്ക് നോക്കുക, ആ ക്രൂശിലേക്ക് നോക്കുക. അവനെ നോക്കിക്കൊണ്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ നീതീകരണം
സാധ്യമാകുന്നത് ഒരു പരമമായ യാഗം കാൽവരി ക്രൂശിൽ നടന്നതിലൂടെയാണ്. എബ്രായ ലേഖനം ഇതേക്കുറിച്ച് സവിസ്താരമായി പറയുകയാണ്. അവിടുത്തെ മഹാപുരോഹിതൻ യേശുക്രിസ്തു തന്നെയായിരുന്നു, യാഗവസ്തുവും യേശുക്രിസ്തു തന്നെയായിരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ മഹാപുരോഹിതനായി, യേശുക്രിസ്തു തന്നെ പരമയാഗമായി, യാഗവസ്തുവായി തന്നെത്താൻ അർപ്പിച്ച് നമുക്ക് വേണ്ടി ആ കൃപാസനത്തിങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശനമൊരുക്കിയിരിക്കുന്നു. വാതിൽ, തന്നിലൂടെ വാതിൽ ഒരുക്കിയിരിക്കുന്നു. ഇതാണ് എബ്രായ ലേഖനത്തിൽ കാണുന്ന വിഷയങ്ങളുടെ ഒക്കെ ആകത്തുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? നാം നീതീകരിക്കപ്പെടുവാൻ വേണ്ടി, ദൈവത്താൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നീതീകരണം സംഭവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. റോമാലേഖനം 5, 6 അധ്യായങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എന്താ വിശ്വാസം? ഈ വിശ്വാസം എന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സാഹചര്യത്തിൽ, അതേ കോണ്ടെക്സ്റ്റിൽ എടുത്ത് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതിരുന്നാൽ വലിയ അപകടമാണ്. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്ന വാക്കിനെ എടുത്തുകൊണ്ട് ചിലർ പറയാറുണ്ട്, എന്റെ വിശ്വാസം ഇതാ, അതെന്നെ രക്ഷിച്ചോളും എന്ന് ചിലർ പറയാറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ യേശു അവിടെ ഉദ്ദേശിച്ച, ആ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിച്ച നിന്റെ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം എന്തായിരുന്നു? അവന്റെ വിശ്വാസം, ഇത് ദൈവപുത്രനാണ് ഈ നിൽക്കുന്നത്, ഈ ദൈവപുത്രന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും, എന്നെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അവന്റെ വിശ്വാസം. ആ വിശ്വാസത്തെ കാണിച്ചിട്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമെന്നല്ല, രക്ഷിക്കപ്പെടാൻ പറ്റുമെന്നല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു വ്യക്തിയിലെ വിശ്വാസം ആവശ്യമാണ് എന്ന് ബൈബിൾ പറയുന്നു. ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്നാണ് റോമാലേഖനം 5-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ അതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തുടർന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നീതീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. ആമേൻ. അതുവരെ, യേശുവിൽ വിശ്വസിക്കുന്നത് വരെ ഏതൊരു മനുഷ്യനും ദൈവത്തിന് മുൻപാകെ കുറ്റവാളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ജന്മനാ പാപ സ്വഭാവമുള്ളവൻ ആയതുകൊണ്ട്, നേച്ചർ ഓഫ് സിൻ മനുഷ്യനിൽ ഉള്ളതുകൊണ്ട്, ഈ റോമാലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എന്നൊരു പ്രമാണം എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നു. There is a law in me which make me commit sin, though I would like to do good. നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും എൻ്റെ ഉള്ളിൽ ഒരു പ്രമാണം കാണുന്നു, ഞാൻ ഇച്ഛിക്കാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അൺവില്ലിങ് സിൻ ഞാൻ ചെയ്യുന്നു, ഇച്ഛിക്കാത്ത ഈവിൾ, തിന്മ ഞാൻ ചെയ്യുന്നു എന്നൊരു പ്രമാണം എൻ്റെ ഉള്ളിൽ കാണുന്നു. അതിന്റെ കാരണം എന്താ? ആദാം പാപം ചെയ്ത നിമിഷം തുടങ്ങി മനുഷ്യനിൽ ഈ പാപ സ്വഭാവം പ്രവേശിച്ചിട്ട് ആദാമ്യ സ്വഭാവത്തിൽ നാം ആയിരിക്കുന്നതുകൊണ്ട്, മനുഷ്യരേവരും ആയിരിക്കുന്നതുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എന്നൊരു പ്രമാണം എൻ്റെ ഉള്ളിൽ കാണുന്നു എന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനല്ല പറയേണ്ടത്. ആ പ്രമാണത്തിൽ നിന്ന് യേശു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ചിലര് അവിടം വരെ വായിച്ചങ്ങ് നിർത്തും, എന്നിട്ട് അതിനെ അങ്ങ് ആപ്തവാക്യമായിട്ട് എടുക്കും. കണ്ടോ, പൗലോസ് അപ്പോസ്തലൻ പോലും പറയുന്നത് കണ്ടോ, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു എന്നൊരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പൗലോസ് പോലും പറയുകയാണ്. പിന്നെ നമ്മുടെ കാര്യമോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. അങ്ങനല്ല, അത് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ എന്ത് പറയുന്നു എന്ന് കൂടെ നോക്കണം. അതിന് തുടർച്ചയായി എന്ത് എഴുതിയിരിക്കുന്നു എന്ന് കൂടെ നോക്കണം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്,
ഈ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ആ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാൻ ഞാൻ പാപത്തിന്റെ പ്രമാണത്തിന് അടിമയല്ല, പിന്നെയോ ഞാൻ പുതിയൊരു പ്രമാണത്തിന്റെ ദാസനായിരിക്കുന്നു, പുതിയൊരു പ്രമാണത്തിന്റെ കീഴിലായിരിക്കുന്നു. അതെന്താണ് ആ പ്രമാണം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിച്ച ആത്മീയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ നിയമം, പുതിയ നിയമത്തിന്റെ പ്രമാണം. ദ ലോ ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് ഓർ ന്യൂ കവനന്റ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ പ്രമാണം. അപ്പോൾ ഇനി ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാൻ ആ പാപത്തിന്റെ പ്രമാണത്തിന് എന്നെ അടിമയാക്കി ഭരിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ പാപപ്രമാണത്തിന് ദാസനല്ല, പിന്നെയോ ഞാൻ യേശുക്രിസ്തുവിന്റെ വേറൊരുവന് ഞാൻ സ്തോത്രം. റോമലേഖനത്തിൽ പറയുന്നു, ഞാൻ പാപത്തിന്റെ പ്രമാണത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വേറൊരുവന് ദാസനായി, വേറൊരു പ്രമാണത്തിന് ദാസനായി. ആ വേറൊരു പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്, വേറൊരുവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു ആണ്. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇനി പാപത്തിന്റെ പ്രമാണത്തിന് എന്നെ അടിമയാക്കി ഭരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം ഈ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം നമ്മെ നീതീകരിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ നമ്മെ തന്റെ മുൻപാകെ നീതീകരിച്ച് നിർത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുവരെ പറഞ്ഞിരുന്നത് ഇവൻ അകൃത്യത്തിലുരുവായി, തുടർന്ന് ആ പാപ സ്വഭാവം നിമിത്തം എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു, പാപത്തിന്റെ ദാസനായിരിക്കുന്നു, പാപപ്രവൃത്തി ചെയ്യുന്നു, അങ്ങനെ ശിക്ഷാർഹനായിരിക്കുന്നു, നരകശിക്ഷയ്ക്ക് യോഗ്യനായി ജീവിക്കുന്നു. ദൈവം മുമ്പാകെ വരുമ്പോൾ അവൻ കുറ്റവാളിയാണ്, പാപം നിമിത്തം അവൻ കുറ്റവാളിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അവനെ സൗജന്യമായി നീതീകരിച്ചു. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ? ഫുള്ളി പെയ്ഡ് ഓൺ ക്രോസ്. ക്രൂശിൽ ക്രിസ്തു അത് മുഴുവനും നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു, നമുക്ക് വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞു. നാം കൊടുക്കേണ്ട പെനാൽറ്റി മുഴുവൻ, നാം ഏറ്റെടുക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു തന്നിൽ ഏറ്റെടുത്തിട്ട് തന്റെ ജീവൻ തന്നെ പിതാവായ ദൈവത്തിന് അർപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുൻപാകെ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഇവൻ സ്വതന്ത്രനായിരിക്കുന്നു, ഇവനെ ഇനി പാപത്തിന് ഭരിക്കാൻ പറ്റത്തില്ല, ഇവൻ ഇനി കുറ്റവാളിയല്ല. ഹല്ലേലൂയ. ഇതിനാണ് വിശ്വാസത്താൽ ക്രിസ്തുവിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അത് സംഭവിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പാപിയായ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രൂശിൽ യാഗമായി തീർന്ന് ആ മനുഷ്യന്റെ എന്നല്ല സകല മനുഷ്യരുടെയും, തന്നിൽ വിശ്വസിക്കുന്ന സകലരുടെയും, ആ വാക്കിന് പ്രാധാന്യമുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന സകലരുടെയും. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷേ എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വീട് അതിന്റെ താക്കോല് വെച്ച് നീട്ടുകയാണ്. ആ താക്കോല് സ്വീകരിച്ച് ആ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് ആ വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ആ വീടിനകത്തെ മുഴുവൻ സൗകര്യങ്ങളും അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ താക്കോലിനെ നിരസിച്ചാലോ, താക്കോല് വേണ്ടെന്ന് പറഞ്ഞാലോ ഈ വീട് അനുഭവിക്കാൻ, അതിനകത്തെ ഒരു ഫെസിലിറ്റിയും അനുഭവിക്കുവാൻ കഴിയാതെ ഇരിക്കും. ഇതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നീതീകരണത്തിലേക്ക്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക്, ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക്, സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള താക്കോലാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. സൗജന്യമായി, അതിന് വേറെ വിലയൊന്നും കൊടുക്കണ്ട, വിശ്വസിച്ചാൽ മതി. ആ താക്കോൽ മേടിക്കുന്നു എന്ന് പറയുന്നത് പോലെ യേശുവിനെ അംഗീകരിച്ചാൽ മതി, യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ മതി. യേശു ആകുന്ന താക്കോലിനെ വിശ്വാസത്താൽ ഉൾക്കൊണ്ടാൽ, കൈക്കൊണ്ടാൽ മതി. ഹല്ലേലൂയ. ആ നിമിഷം എന്ത് സംഭവിക്കുന്നു? നീതീകരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ നീതീകരണം, സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു? ഫോർ വാട്ട് ഗോഡ് കോൾഡ് us. നമ്പർ 1, he called us to justify. അവിടെ തന്നെ റോമർ 8:30 നമ്മൾ കാണുന്നു, നീതീകരിക്കുവാനും നീതീകരിക്കപ്പെട്ടവരെ തേജസ്കരിക്കുവാനും വേണ്ടിയാണ്. നീതീകരണത്തിന് ശേഷമാണ് തേജസ്കരണം നടക്കുന്നത്. ഈ നീതീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഇവൻ ഇനി പാപിയല്ല, ഇവന്റെ പാപത്തിന്റെ കുറ്റം, ഇനിക്വിറ്റി ഓഫ് ഹിസ് സിൻ ഈസ്
കംപ്ലീറ്റ്ലി ഫോർഗിവൺ, പൂർണ്ണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു, ഇവൻ ഇനി പാപിയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്വർഗീയ കോടതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പ്രഖ്യാപനം ഒരുവന്റെ ഉള്ളിൽ മുഴങ്ങുമ്പോൾ, കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദിയുള്ളവനാകണം. ദൈവത്തെ തുടർന്ന് എന്നെ സൗജന്യമായി നീതീകരിച്ച, എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന, എന്നെ തന്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യനാക്കി തീർത്ത ഈ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവകാലം മുഴുവൻ ദൈവത്തിനായി തന്നെത്താൻ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് വളരെ വലിയ കടബാധ്യതയുണ്ട് എന്നിരിക്കട്ടെ, വലിയ ഭീമമായ തുക എനിക്ക് കടബാധ്യതയുണ്ട്. എന്റെ മിസ്റ്റേക്ക് നിമിത്തമോ, ഞാൻ കാണിച്ച പൊട്ടത്തരം, അബദ്ധങ്ങൾ കാരണമോ, ഞാൻ എൻ്റെ അറിവില്ലായ്മ നിമിത്തമോ, എടുത്തുചാട്ടം നിമിത്തമോ, ടോട്ടലി എന്നെ ഒരു വിധത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് ഭീമമായ കടബാധ്യതയുണ്ടായി. എൻ്റെ സമ്പത്ത് മുഴുവനും അത് ബാങ്ക് അത് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ആ രീതിയിൽ. എന്നിട്ടും എൻ്റെ കടം തീരുന്നില്ല. ഞാന് ആ കടബാധ്യത നിമിത്തം എന്നെ ശിക്ഷിച്ച് ജയിലിൽ അടച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ജയിലിൽ എത്ര കാലം കിടന്നാലും എന്റെ കടത്തിന് എന്ത് ചെയ്യുന്നില്ല? പരിഹാരം വരുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എനിക്ക് എന്റെ സമ്പത്ത് മുഴുവൻ ഓൾറെഡി സ്പെൻഡ് ചെയ്തു. എന്നിട്ടും എന്റെ കടബാധ്യത തീർന്നിട്ടില്ല. വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എന്റെ കുറ്റം കാരണം ഞാൻ ഈ തടവറയ്ക്കുള്ളിൽ ആയിരിക്കുന്നു. ഇവിടെ നിന്ന് എന്നെ പുറത്തിറക്കുവാൻ ആർക്ക് കഴിയും? അപ്പോൾ ഒരാള് ഉദാരമനസ്കനായിട്ട് വരികയാണ്, മുന്നോട്ട് വരികയാണ്, പറയുകയാണ്, ആ മനുഷ്യനെ, അദ്ദേഹത്തിന്റെ കടം മുഴുവനും വീട്ടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് എന്റെ ഭീമമായ കടം മുഴുവനും വീട്ടുകയാണ്. ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോ എന്റെ കടം മുഴുവനും, ഒരു നയാ പൈസ ബാക്കിയില്ലാതെ മുഴുവനും അടച്ചു തീർത്തു. വീട്ടിൽ കൊടുക്കേണ്ടവർക്ക് മുഴുവൻ, ബാങ്കിനോ ഗവൺമെന്റോ എവിടെയാണെന്ന് വെച്ചാലെല്ലാം അടച്ചു തീർത്ത് ആ എന്റെ കടം മുഴുവനും വീട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലായിടത്തു നിന്നും മേടിച്ചു കൊണ്ടുവന്ന് എന്നെ ശിക്ഷ വിധിച്ച കോടതിയിൽ കൊടുത്തിട്ട് പറയുകയാണ്, സി റെസ്പെക്റ്റഡ് കോർട്ട്, ഐ ഹാവ് പെയ്ഡ് ഹിസ് ഡെറ്റ് ഫുള്ളി ആൻഡ് സെറ്റ് ഹിം ഫ്രീ എന്ന് പറയുകയാണ്. അപ്പോ ഈ കോടതി ഇത് നോക്കി വെരിഫൈ ചെയ്തു, ശരിയാണ്. എല്ലായിടത്തും അന്വേഷിച്ചു, ശരിയാണ്. ഇനി എവിടെയെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? ഇല്ല, ഫുള്ളി പെയ്ഡ്. കോടതി ഇത് അംഗീകരിച്ചിട്ട് പറയുകയാണ്, ഇനി ഇവനെ സ്വതന്ത്രനായി വിട്ടയക്കുക. ഹല്ലേലൂയ. ഈ പ്രഖ്യാപനമാണ് സ്വർഗീയ കോടതിയിൽ നടന്നത്. അപ്പോ എന്റെ ഈ കടം മുഴുവനും വീട്ടിയ വ്യക്തി ആര് എന്ന് എനിക്കറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ടെന്നിരിക്കട്ടെ. ഞാൻ ഇറങ്ങിയാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്തായിരിക്കും? എന്റെ കടം വീട്ടിയ വ്യക്തി ആരാണ്? ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് എന്തായിരിക്കും പറയുന്നത്? എന്തിനാണ് എന്റെ കടം വീട്ടിയത്? എന്നിൽ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം പറയുകയാണ്, യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല, എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് നിന്നോട് മനസ്സലിഞ്ഞു, എനിക്ക് നിന്റെ കടം വീട്ടാൻ തോന്നി. അടുത്ത് ഞാൻ എന്തായിരിക്കും പറയുന്നത്? ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എന്തും ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കമാണ്. എന്നെ സ്വതന്ത്രത, എൻ്റെ ഈ ഭീമമായ, ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധം ബാധ്യതയിൽ, കടത്തിൽ ആയിരുന്ന, തടവറയിലായിരുന്ന എന്നെ പുറത്തു വരുവാൻ, സ്വതന്ത്രനാക്കുവാൻ ഇത്രയും ഭീമമായ തുക ചെലവിട്ട അങ്ങേക്ക് വേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് ഒരു സാധാരണ കാര്യം, അങ്ങനെ സമർപ്പിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് തന്നെയല്ലേ ദൈവത്തോടും നമുക്ക് പറയാനും ചെയ്യാനുമുള്ളത്? പാപത്തിന്റെ കടം വേറെ ആർക്കും വീട്ടാൻ കഴിയത്തില്ല, വേറെ ആർക്കും കഴിയത്തില്ല. ആരെങ്കിലും വിചാരിച്ചാൽ പോലും കഴിയത്തില്ല. എന്റെ പാപത്തിന്റെ കടം വീട്ടാൻ ലോകത്തിൽ യേശു ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. അങ്ങനെ കർത്താവിന്റെ പാപക്കടം വീട്ടിയത് ഞാൻ തിരിച്ചറിഞ്ഞാൽ, യേശുവിൽ ഞാൻ വിശ്വസിച്ചത് നിമിത്തം എന്നെ സൗജന്യമായി വിട്ടയച്ചിരിക്കുന്നു, സ്വതന്ത്രനാക്കിയിരിക്കുന്നു, പാപക്ഷമ നൽകിയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, അതിനാൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിന്റെ ഒരു അംശത്തെക്കുറിച്ചെങ്കിലും എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തെടുക്കുന്ന തീരുമാനം എന്താണ്? യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ വാക്ക്, പ്രവൃത്തി, നടപ്പ്, കിടപ്പ്, ഇരിപ്പ്, ഞാൻ ചെയ്യുന്ന സകലത്തിന്റെയും ലക്ഷ്യം
എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതായിരിക്കും. യേശുവിന് മഹത്വം ഉണ്ടാകുക എന്നുള്ളതായിരിക്കും. യേശുവിൻ്റെ ഒരു അടിമയായി ജീവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതല്ലേ ഞാൻ പ്രഖ്യാപിക്കുന്നത്, ഞാൻ പറയുന്നത്. ഈ ബോധ്യം വേണം എപ്പോഴും നമ്മുടെ മനസ്സിൽ, ചിന്തയിൽ ഉണ്ടായിരിക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പാപത്തിന് മരിച്ചു എന്നും നീതിക്കായി ജീവിക്കുന്നു എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ എന്നാണ്. കൗണ്ട് യുവർ സെൽഫ്. അങ്ങനെ നിങ്ങളെ തന്നെ കണക്കാക്കുക, അങ്ങനെ നിങ്ങളെ തന്നെ ധരിക്കുക, അങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്തുക, സ്വയം ബോധ്യപ്പെടുത്തുക. എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത്? പാപത്തിന് ഞാൻ മരിച്ചു, പാപസംബന്ധമായി ഞാൻ മരിച്ചു. ഇനി പാപത്തിന് എന്നിൽ വാഴാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? നീതിക്കായി ജീവിക്കുന്നു. എന്നെ നീതീകരിച്ച ക്രിസ്തുവിനായി, നീതിക്കായി ഞാൻ ജീവിക്കുന്നു എന്ന് സ്വയം ചിന്തിച്ച് അങ്ങനെ എണ്ണിക്കൊണ്ട് ദൈവമുമ്പാകെ ജീവിക്കണം. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതെന്നറിയാവോ? ഈ എണ്ണിക്കൊണ്ട് ജീവിക്കുന്നത്, എന്നെ ദൈവം നീതീകരിച്ചു, നീതിക്കായി എന്നെ വിളിച്ചു, നീതിക്കായി എന്നെ വേർതിരിച്ചു, നീതിക്കായി ഞാൻ ജീവിക്കണമെന്ന് സ്വയം എണ്ണാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ മാറുകയാണ്. എപ്പോഴാണ് മാറുന്നത്? നമുക്ക് വികാര വിക്ഷോഭം ഉണ്ടാകുമ്പോൾ, ദേഷ്യം വരുമ്പോ, എടുത്തിയാടുമ്പോ, നമ്മുടെ പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ, നമ്മുടെ ബ്രെയിൻ സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുമ്പോൾ, നിയന്ത്രിക്കപ്പെടുമ്പോൾ നമ്മൾ ഇതങ്ങ് മറന്നുപോകും. ഈ എണ്ണുക എന്ന് പറഞ്ഞ കാര്യം നമ്മൾ മറന്നുപോകും. പിന്നെ നമ്മുടെ നാവിൽ വരുന്നത് നമ്മൾ വിളിച്ചു പറയും, തോന്നിയതുപോലെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് നമ്മുടെ സ്തോത്രം, ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നമ്മൾ പ്രവർത്തിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പോൾ എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു? നീതീകരിക്കുവാൻ വേണ്ടിയാണ്. അതൊന്ന്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, നമ്മളവിടെ കാണുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് രണ്ടും ഒരു നടന്നു കഴിഞ്ഞ കാര്യമായിട്ടാണ് നമ്മൾ റോമർ 8-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നീതീകരണത്തിന്റെ തുടർച്ചയായാണ്, അതിനുശേഷമാണ് തേജസ്കരണം സംഭവിക്കുന്നത്, തേജസ്കരണം വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ നീതീകരണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം പ്രഖ്യാപിച്ചു പോയാണ്, ഇവൻ ഇനി പാപിയല്ല, ഇവൻ ഇനി കുറ്റവാളിയല്ല, ഇവൻ ഇനി ശിക്ഷാർഹനല്ല, ഇവൻ സ്വതന്ത്രനാണ്, ഇവൻ നീതിമാനാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അവിടം മുതൽ നമ്മുടെ തേജസ്കരണം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിന്റെ തേജസ്സിനോട്, ക്രിസ്തുവിനോട് അനുരൂപമായി നാം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തേജസ്കരിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തതുപോലെ തന്നെയാണ്. ദൈവത്തിന് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇല്ല എന്ന് നമുക്കറിയാം. കാലം നമുക്കാണുള്ളത്. ഹല്ലേലൂയ. നമ്മളാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിന് കീഴിൽ ജീവിക്കുന്നവർ. ദൈവം കാലാതീതനായ ദൈവമാണ്. ഗാഡ് ഈസ് ബിയോണ്ട് ദ ടൈം. സമയത്തിന് പുറത്താണ് ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് നടക്കാനിരിക്കുന്ന കാര്യം നടന്നതുപോലെയാണ്. കർത്താവ് പറയുകയാണ്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ യേശു പറയുകയാണ്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനായ കാര്യം ആ ഭാഗത്ത് നിങ്ങൾ വായിക്കുന്നത്, ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെയും ദൈവം എന്ന് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ മരിച്ചുപോയി. ആർക്കാ മരിച്ചുപോയത്? മനുഷ്യരെ സംബന്ധിച്ച് മരിച്ചുപോയി, ഈ ഭൂമിയെ സംബന്ധിച്ച് മരിച്ചുപോയി. പക്ഷെ അവരിപ്പോഴും ദൈവത്തിന് മുമ്പിൽ എങ്ങനെ തന്നെ ഇരിക്കുന്നു? ദേ ആർ എലൈവ്. അവർ ജീവനോടെ തന്നെ ഇരിക്കുന്നു. ദൈവത്തിന് ഈ ഭൂമിയിൽ നിന്ന് അവർ വേർപെട്ടു, പറുദീസയിൽ അവരായിരിക്കുന്നു. ആ ദൈവത്തിന്റെ കണ്ണിൽ ഒരു ട്രാൻസ്ഫർ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിന് അവരിപ്പോഴും ജീവനുള്ളവർ തന്നെയാണ്. ഇതാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായി നോക്കിക്കാണുന്നത്. ഇതുപോലെ ഒരു പ്രയോഗമാണ് നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഒരു വിധത്തിൽ അത് ശരിയാണ്. കാരണം നമ്മുടെ തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. തേജസ്കരണം ആരംഭിച്ചു കഴിഞ്ഞു. എപ്പോഴാ? നീതീകരിക്കപ്പെട്ടപ്പോൾ മുതൽ തേജസ്കരണം ആരംഭിച്ചു. അപ്പൊ അവിടെ ഒരു തേജസ്കരണം സംഭവിച്ചു. എന്നാൽ അത് പ്രോഗ്രസീവ് ആണ്. ഹല്ലേലൂയ. നമ്മൾ അനുദിനം
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായി വളർന്നുകൊണ്ടിരിക്കുന്നു, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്? നീതീകരിക്കാൻ, തേജസ്കരിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ തേജസ്കരണം ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പ്രോഗ്രസീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പുരോഗമനപരമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മരിച്ചവരുടെ ഉയർപ്പും നക്ഷത്രങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും തേജസ് പോലെയാണ് എന്ന് പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? അദ്ദേഹം പറയുന്നു, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് തേജസ്സിലെ വ്യത്യാസം കൊണ്ടാണ്. ഇതുപോലെയാണ് മരിച്ചവന്റെ ഉയർപ്പ്. അതിന്റെ അർത്ഥം എന്താണ്? മരിച്ചവർ ഉയർക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലുള്ള തേജസ് ആയിരിക്കുകയില്ല. തേജസ്സിൽ വ്യത്യാസമുണ്ടായിരിക്കും, ഗ്ലോറിയിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ച വെളിപ്പാടിൽ നമ്മെ അറിയിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അദ്ദേഹം പറയുക, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ടല്ലോ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. ഹല്ലേലൂയ. ഇനി ഒരു പടി കൂടെ കടന്ന് പലരെയും നീതിയിലേക്ക് തിരിച്ചുകൂടെ ചെയ്താൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ നാമം നിമിത്തം നാം എന്തെങ്കിലും ചെയ്താൽ, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി തനിക്ക് വേണ്ടി മുൻ നിയമിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്താൽ, സൽപ്രവർത്തികൾ പോലും മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ ക്രിസ്തുവിന്റെ നാമം നിമിത്തം, ക്രിസ്തു നിമിത്തം ഒരു പാനപാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ, ഹല്ലേലൂയ, എന്റെ ശിഷ്യൻ എന്ന് വെച്ച് ഒരുവനെ കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, യേശുവിന്റെ രാജ്യം നിമിത്തം, ദൈവനാമം നിമിത്തം നമ്മൾ ആരെയെങ്കിലും സ്വീകരിച്ചാൽ, അത് നിമിത്തം ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ, ഒരു സ്തോത്രക്കാഴ്ച ദൈവസഭയ്ക്ക് കൊടുത്താൽ, ഒരു ദൈവദാസന് കൊടുത്താൽ, തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം, ദൈവനാമം നിമിത്തം, യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഒന്ന് കൈ തുറന്ന് സഹായിച്ചാൽ, ഏത് സഹായമായിക്കൊള്ളട്ടെ, വാക്കുകൊണ്ടുള്ള സഹായത്തിന് പോലും പ്രതിഫലമുണ്ട്. തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഇതിനെല്ലാം പ്രതിഫലമുണ്ടെന്നാണ്. എന്തിനാ നമ്മെ വിളിച്ചത്? തേജസ്കരിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു വലിയ റോളുണ്ട്. യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ നാം മനസ്സ് കാണിച്ചു, നമ്മുടെ നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞു, വിശ്വാസത്തിന്റെ താക്കോൽ ഉപയോഗിച്ചു എന്നതുപോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാനും നമുക്കൊരു റോളുണ്ട്. ദൈവം വിളിച്ചത് തേജസ്കരിക്കാൻ വേണ്ടിയാണ്. ആ തേജസ് ദൈവത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്കൊരു റോളുണ്ട്. എന്താണ് ആ റോള്? വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവിൻ. നമ്മുടെ ഈ സന്ദേശത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നല്ലോ, വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവിൻ. ദൈവം എന്തിനു വേണ്ടി വിളിച്ചുവോ, ദൈവം ഏത് പദ്ധതി നമ്മിലൂടെ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ, എന്തൊക്കെ നമ്മിലൂടെ ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നുവോ, അതൊന്നും കുറഞ്ഞു പോകാതെ നിറപടിയായി ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി, ഒരു ഉപകരണമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്താ കണ്ടത്? ഇന്ന് വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവിൻ എന്ന വിഷയത്തിന്റെ അടിയിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചത് പ്രധാനമായും എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിലെ ഒരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, നമ്മെ നീതീകരിക്കാനും തേജസ്കരിക്കാനും വേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന്, ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ആ അനുഭവങ്ങളിൽ നമ്മൾ ഉണ്ടാകുവാൻ, കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാൻ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് പ്രചോദനമാകട്ടെ, പ്രയോജനമാകട്ടെ. ഹല്ലേലൂയ.